ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പൂച്ചസാറിനെക്കുറിച്ചാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു പൂച്ചയുണ്ടോ? ആ പൂച്ചയുടെ പേരെന്താണ്? അതിന്റെ കുസൃതികളും രഹസ്യ സ്വഭാവങ്ങളുമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? മനുഷ്യരുമായി ആയിരക്കണക്കിന് വർഷം നീണ്ട ബന്ധമുള്ള ചരിത്രത്തിൽ ദൈവതുല്യമായ സ്ഥാനം വഹിച്ച ഈ ജീവികളുടെ അത്ഭുത ലോകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. പൂച്ചകളുടെ ഈ അവിശ്വസനീയമായ യാത്ര ആരംഭിക്കുന്നത് ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ കൃഷി ചെയ്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങിയ കാലത്താണ്. ധാന്യങ്ങൾ സംഭരിച്ചു തുടങ്ങിയപ്പോൾ എലികൾ പെരുകി. ഈ എലികളെ വേട്ടയാടുന്നതിനായി ആഫ്രിക്കൻ കാട്ടുപൂച്ചകൾ ഫെലിസ് സിൽവസ്ട്രസ് ലിബിക്ക മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നു. ഇതൊരു പരസ്പര സഹായ ഉടമ്പടിയായിരുന്നു. പൂച്ചകൾക്ക് എളുപ്പത്തിൽ ആഹാരം ലഭിച്ചു, മനുഷ്യരുടെ വിളകൾ സംരക്ഷിക്കപ്പെട്ടു. ഈജിപ്തിലെ ദൈവതുല്യമായ സ്ഥാനം. ചരിത്രത്തിൽ പൂച്ചകൾക്ക് ഏറ്റവും വലിയ സ്ഥാനം നൽകിയത് പുരാതന ഈജിപ്തുകാരാണ്. അവർ പൂച്ചകളെ വെറും വളർത്തുമൃഗങ്ങളായി കണ്ടില്ല, മറിച്ച് ദൈവങ്ങളായി ആരാധിച്ചു. വീട്ടിലെ കാര്യങ്ങൾ, ഫലഭൂയിഷ്ഠത, സംരക്ഷണം എന്നിവയുടെ ദേവതയായി പൂച്ചയുടെ രൂപത്തിൽ ആരാധിച്ചിരുന്നു. പൂച്ചകളെ കൊന്നാൽ വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമായിരുന്നു അന്ന്. പൂച്ചകൾ മരിക്കുമ്പോൾ ദുഃഖസൂചകമായി ഈജിപ്തുകാർ പുരികങ്ങൾ വടിക്കുകയും പൂച്ചകളെ മമ്മികളാക്കി അടക്കം ചെയ്യുകയും ചെയ്തിരുന്നു. പൂച്ചകളുടെ അവിശ്വസനീയമായ കഴിവുകൾ. ഈ ജീവികൾ കേവലം മനോഹരമായ രൂപങ്ങൾ മാത്രമല്ല, അത്ഭുതകരമായ കഴിവുകളുടെ ഒരു കലവറയാണ്. അവിശ്വസനീയമായ വഴക്കം. മനുഷ്യരെക്കാൾ കൂടുതൽ കശേരുക്കൾ വെർട്ടീബ്രേ നട്ടലിലുള്ളതിനാൽ പൂച്ചകൾക്ക് അസാമാന്യമായ വഴക്കം ലഭിക്കുന്നു. റൈറ്റിംഗ് റിഫ്ലക്സ് എന്ന കഴിവുകൊണ്ട് ഏതുയരത്തിൽ നിന്ന് വീണാലും തലകീഴായി കറങ്ങി കൃത്യമായി കാലുകുത്തി വീഴാൻ അവയ്ക്ക് സാധിക്കുന്നു. സെൻസറി പവർ. കാഴ്ചശക്തി. രാത്രികാലങ്ങളിൽ മനുഷ്യനെ അപേക്ഷിച്ച് 6 മടങ്ങ് വരെ നന്നായി കാണാൻ പൂച്ചകൾക്ക് കഴിയും. കണ്ണിലെ ടാപ്പറ്റം ലൂസിഡം എന്ന പ്രതിഫലിക്കുന്ന പാളി കാരണമാണിത്. ഘ്രാണശക്തി. മനുഷ്യനേക്കാൾ 14 മടങ്ങ് കൂടുതൽ മണം തിരിച്ചറിയാൻ അവയ്ക്ക് കഴിയും. ശ്രവണശക്തി. എലികളുടെ ശബ്ദം ഉൾപ്പെടെയുള്ള ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദങ്ങൾ വരെ കേൾക്കാൻ കഴിയും. 32 പേശികളുപയോഗിച്ച് ചെവികളെ 180 ഡിഗ്രി വരെ തിരിച്ച് ശബ്ദത്തിന്റെ ഉറവിടം കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കുന്നു. നാവിന്റെ പ്രത്യേകത. പൂച്ചകളുടെ നാവിലുള്ള പാപ്പില്ലേ എന്ന് വിളിക്കുന്ന ചെറിയ കൊളുത്തുകൾ ഉള്ളതിനാൽ നാക്കൊരു പരുപരുത്ത ബ്രഷ് പോലെ പ്രവർത്തിക്കുന്നു. ഇത് രോമങ്ങൾ ചീകി വൃത്തിയാക്കാനും ഭക്ഷണത്തിലെ മാംസം വേർതിരിച്ചെടുക്കാനും സഹായിക്കുന്നു. വിയർക്കാത്ത പാദങ്ങൾ. പൂച്ചകൾക്ക് ശരീരത്തിൽ വിയർപ്പ് ഗ്രന്ഥികൾ കുറവായതിനാൽ ചൂട് പ്രധാനമായും പുറന്തള്ളുന്നത് പാദങ്ങളിലെ പാടുകൾ വഴിയും കിതപ്പിലൂടെയുമാണ്. ഈ പാദങ്ങൾ ഉപയോഗിച്ചാണ് അവ സുഗന്ധം പുറപ്പെടുവിച്ച് പ്രദേശങ്ങൾ അടയാളപ്പെടുത്തുന്നതും. ലോകത്തിലെ ഏറ്റവും വിലയേറിയ പൂച്ച. ലോകത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിലയുള്ള ഒരിനം പൂച്ചയുണ്ട്. അതാണ് അഷറ. ഒരു പുലിക്കുഞ്ഞിനോട് സാമ്യമുള്ള വളരെ അപൂർവമായ ഈ പൂച്ചയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിൽ ഏകദേശം 18 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയാണ് വില. നമ്മുടെ പൂച്ചസാർ ഒരു ചെറിയ മൃഗമല്ല, മറിച്ച് ചരിത്രത്തിന്റെയും ശാസ്ത്രത്തിന്റെയും വിസ്മയങ്ങളുടെയും ഒരു വലിയ ലോകമാണ്. Subscribe for more. Thank you.